സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം ശക്തമായ മഴ തുടരും. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് മുന്നറിയിപ്പ്. നാളെ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലും തിങ്കളാഴ്ച ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടിമിന്നൽ അപകടകാരികളാണെന്നും പൊതുജനങ്ങൾ മുൻകരുതൽ സ്വീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ മുൻകരുതൽ സ്വീകരിക്കണം. തെക്കുപടിഞ്ഞാറൻ കാലവർഷം ഈ മാസം 18-നും 25-നും ഇടയ്ക്ക് കേരള തീരത്തെത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിഗമനമുണ്ട്. ഈ മാസം പകുതിയോടെ വേനൽമഴ ശക്തമാകും. ഉയർന്ന താപനിലയിൽ നിന്നും മഴയിലേക്ക് മാറുന്നതിനാൽ ശക്തമായ കാറ്റിനും മിന്നലിനും സാധ്യതയേറെ. ജൂൺ ആദ്യവാരമാണ് സാധാരണ കാലവർഷം എത്തുന്നത്. രാജ്യത്ത് വേനൽമഴ മെയ് മാസത്തെ ശരാശരിയേക്കാൾ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. മെയ് മാസത്തിൽ ലഭിക്കുന്ന ദീർഘകാല ശരാശരി മഴയുടെ 110% മഴ ഇത്തവണ ലഭിച്ചേക്കും. കൊടും ചൂടിൽ രാജ്യത്തെ ഭൂരിഭാഗം പ്രദേശങ്ങൾക്കും വേനൽമഴ ആശ്വാസമാകും. ഗുജറാത്ത്, മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗ ദിനങ്ങൾ വർദ്ധിച്ചേക്കും. വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യ, മധ്യ ഇന്ത്യ എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടുകൂടി ഒറ്റപ്പെട്ട മഴ കൂടിയേക്കും. അതേസമയം കിഴക്കൻ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിലും വടക്കു കിഴക്കൻ ഇന്ത്യയിലും സാധാരണയേക്കാൾ കുറവ് മഴ ലഭിക്കുകയുള്ളൂ. രാജ്യത്തെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും പകൽ താപനില സാധാരണ നിലയിലോ അതിൽ താഴെയോ ആവും. ഹിമാലയൻ താഴ്വരകൾ, കിഴക്കൻ തീരപ്രദേശങ്ങൾ, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ ഉഷ്ണതരംഗ ദിവസങ്ങൾ വർദ്ധിക്കും. അതിതീവ്ര മഴ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിനും കാർഷിക വിളകളുടെ നാശത്തിനും കാരണമായേക്കും. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കർശനമായി പാലിക്കണമെന്നും കാലാവസ്ഥാ കേന്ദ്രം നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.